JSK സിനിമാ വിവാദത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ ഫെഫ്ക. സെൻസർ ബോർഡ് ഗൈഡ് ലൈനിൽ പുനരാലോചന വേണം. തിങ്കളാഴ്ച CBFCയുടെ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തും. അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും ഉൾപ്പെടെ എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും ഫെഫ്ക ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല, ഇതൊരു സംയുക്ത സമരപരിപാടിയാണ്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ലിഡിയ, ജാനകി എന്ന പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ല എന്ന് തന്നെയാണ് സെൻസർ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിഷയം കോടതിയുടെ പരിഗണനയിലും വരാനിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള നീക്കത്തിലേക്കാണ് ഫെഫ്ക ഇപ്പോൾ കടക്കുന്നത്? അമൃത, ജാനകി എന്ന പേര് മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെൻസർ ബോർഡ്. ഇന്നലെ മുംബൈയിലെ റിവൈസിംഗ് കമ്മിറ്റി ഇത് കണ്ടിട്ട് അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് അറിയിച്ചത്. രേഖാമൂലം ഇത് അറിയിച്ചില്ലെങ്കിൽ പോലും പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ല എന്ന കാര്യം തന്നെയാണ് സെൻസർ ബോർഡ് വ്യക്തമാക്കുന്നത്. അതിൽ വലിയ അതൃപ്തി തന്നെയാണ് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിവ്യൂ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ ഇന്ന് ഫെഫ്ക ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും ഇത്തരത്തിലൊരു കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാത്രമല്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതായത് കോടതിയിൽ ഒരു റിട്ട് ഹർജി കൂടി സമർപ്പിക്കാനാണ് നിലവിൽ ഫെഫ്ക തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മറ്റ് സിനിമാ സംഘടനകളുടെ പിന്തുണയുണ്ടാകും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും അടക്കമുള്ള സംഘടനകൾ പിന്തുണ നൽകും. മാത്രമല്ല, ഈ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇത്തരത്തിൽ പ്രതിഷേധത്തിനും, അതായത് തിങ്കളാഴ്ച CBFC ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു കൂടി അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ പിന്തുണ നൽകി അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് നിലവിൽ ഫെഫ്ക അറിയിച്ചിരിക്കുന്നത്. സിനിമാ സംഘടനകൾ ഒന്നടങ്കം ഒരു പ്രതിഷേധ സമരത്തിലേക്ക്, തുറന്ന ഒരു സമരത്തിലേക്ക് തന്നെ CBFCക്കെതിരെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ ഒരു ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിഷയം മാത്രമല്ല, മറ്റു വിഷയങ്ങൾ കൂടിയുണ്ട്. എമ്പുരാൻ അടക്കം കഴിഞ്ഞ മാസങ്ങളിൽ ഒരു കട്ടും കാര്യങ്ങളുമൊക്കെ വന്ന സംഭവമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി എന്താണ് നിലവിലെ ഗൈഡ് ലൈൻ, അതായത് സെൻസർ ബോർഡിന്റെ ഗൈഡ് ലൈൻ എന്താണ്, അതിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡിന് മുന്നിൽ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് സിനിമാ സംഘടന. മറ്റൊരു സംശയം, ഈ പേര് മാറ്റണമെന്നുള്ള കാര്യം രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയമായി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അണിയറ പ്രവർത്തകർ നിലവിൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? പേര് മാറ്റിയുള്ള ഒരു പ്രദർശനത്തിലേക്ക് അവർ കടക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇവരെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. അണിയറ പ്രവർത്തകരെയോ മറ്റ് ആളുകളെയോ ഇത് രേഖാമൂലം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുംബൈയിലെ റിവൈസിംഗ് കമ്മിറ്റിക്ക് ശേഷം വാക്കാലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഈ റിവൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ നിലവിൽ എന്താണ് പ്രദർശനാനുമതി നൽകാത്തത് എന്നത് മുൻപും രേഖാമൂലം അറിയിച്ചിട്ടില്ല, ഇപ്പോഴും രേഖാമൂലം അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്തരത്തിൽ സിനിമ സെൻസർ ബോർഡിലേക്ക് അയച്ച ശേഷം, അതായത് റീജിയണൽ ഓഫീസിൽ നിന്നും സിനിമ അനുമതി നൽകി മുംബൈയിലെ ഓഫീസിലേക്ക് ഇത് അയച്ചു കഴിയുമ്പോൾ ഒരാഴ്ചക്കകം സാധാരണഗതിയിൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകേണ്ടതാണ്. പക്ഷേ ഇതുവരെ ആയിട്ടും അത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു മാസത്തിലധികമായി ഇപ്പോൾ ഇതിനായി മുംബൈയിലേക്ക് സിനിമയുടെ കോപ്പി അയച്ചിട്ട് അതിൽ ഇതുവരെയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുകയും ഇങ്ങനെ ഒരു പ്രതികരണം സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അണിയറ പ്രവർത്തകർ പെരുമാറ്റാനാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇന്ന് കോടതി ഒന്നുകൂടി അത് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതി ഇത്തരത്തിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ സെൻസർ ബോർഡിന്റെ വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ സെൻസർ ബോർഡ് എന്ന വിശദീകരണം നൽകാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം അണിയറ പ്രവർത്തകർ മറ്റു തീരുമാനങ്ങളിലേക്ക് കടക്കും. മാത്രമല്ല, സിനിമാ സംഘടനകളും കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് കടക്കും.